വലിയ പോസിബിലിറ്റീസ്, ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ളവരാണ് കോമേഴ്സ് പ്രൊഫഷണൽ അല്ലെങ്കിൽ ഫിനാൻസ് പ്രൊഫഷണൽസ്. അവരുടെ കരിയറിൽ ഈ കണ്ടിന്യൂസ് ലേണിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തുമാത്രമുണ്ട്? സാർ ഇപ്പോൾ ചോദിച്ചത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു ഗ്രാജുവേറ്റ് അതല്ലെങ്കിൽ ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരു കമ്പനി സെക്രട്ടറി, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, CMA, ഇവർ പാസ്സായി കഴിയുമ്പോൾ നമ്മുടെ ആ കുട്ടികൾക്ക് കയ്യിലുള്ളത് അക്കാഡമിക്കൽ ബ്രില്യൻസ് ആണ്. അക്കാഡമിക്കൽ ബ്രില്യൻസിൽ അവരുടെ എൻട്രി ലെവൽ സ്ട്രാറ്റജി പെർഫെക്റ്റ് ആണ്. എൻട്രി ലെവൽ സ്ട്രാറ്റജിയിൽ നിന്ന് ഒരു പടി കൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ അവർക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടി. ഒരു പടി കൂടി മുന്നിലേക്ക് പോകുമ്പോൾ അവർക്ക് മാനേജീരിയൽ എക്സ്പീരിയൻസ് കിട്ടി. അവർക്ക് അവരുടെ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റി. അവിടെ നിന്ന് മുന്നോട്ടേക്ക് പോകുമ്പോൾ അവർക്കൊരു ലീഡർഷിപ്പ് കേപ്പബിലിറ്റി കിട്ടി. ലീഡർഷിപ്പ് കേപ്പബിലിറ്റിയുടെ മുകളിലേക്ക് പോകുമ്പോൾ അവരൊരു തോട്ട് ലീഡേഴ്സ് ഇൻ ദി എക്കണോമി ആയി. ഇതാണ് ഇവരുടെ ഒരു പ്രൊഫഷണലിന്റെ പല സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. ഇങ്ങനെയാണ് വരുന്നത്. ഓരോ സ്റ്റേജിനും എടുത്തു നോക്കിയാൽ അവർക്ക് വേണ്ടുന്ന സ്കിൽ സെറ്റ് പലതാണെന്ന് കാണാൻ പറ്റും. ഈ സ്കിൽ സെറ്റ് ഒരു സമയത്ത് നമുക്ക് വേണ്ടത് പഠന മികവാണെങ്കിൽ അടുത്ത സമയത്ത് വേണ്ടത് ആൾക്കാരെ മാനേജ് ചെയ്യാനായിട്ടുള്ള മികവാണ്. അതിന്റെ അടുത്ത സമയത്ത് നമുക്ക് വേണ്ടത് എങ്ങനെ എക്കണോമി പോകും എന്നുള്ളതിന്റെ അറിവാണ്. ഇതിന്റെ എല്ലാം തുടക്കം എവിടെ? ഈ തുടക്കം എവിടെയെന്ന് ചോദിച്ചാൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇവരെ ഗോള് സെറ്റ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗോള് സെറ്റ് ചെയ്യാനായിട്ട് ഒരു കുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർ കമ്പനി സെക്രട്ടറിയും ചാർട്ടേഡ് അക്കൗണ്ടന്റും CMAയും ഒക്കെ ആകുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും മികച്ച പ്രൊഫഷണൽ ആയിട്ട് നമ്മുടെ രാജ്യത്തെ പ്രൗഢിയിലേക്ക് അവർക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ലോകത്ത് എവിടെ അവർ ജോലി ചെയ്യട്ടെ, they will be going by the same standards which are set by the professional institute where they studied originally. സാറിന്റെ വാക്കുകൾ ആക്ച്വലി ഒരു ക്വാളിഫിക്കേഷൻ നേടിയാൽ അവിടെ ലേണിംഗ് കഴിഞ്ഞു എല്ലാമായി എന്ന് ചിന്തിക്കുന്നവർക്ക് വലിയൊരു തിരിച്ചറിവായിരിക്കും കേട്ടോ. ഒരു സംശയമില്ല കാര്യത്തിൽ.